ഹലോ മിച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ആൻഡി ഈ സിനിമയിലെ കഥാനായകൻ. അവൻ കണ്ണു തുറന്ന സമയത്ത് അവൻ അറിയാത്ത ഏതോ ഒരു സ്ഥലത്താണ് അവൻ. കണ്ടാൽ വളരെ വിചിത്രമായിട്ട് തോന്നും, എന്നാൽ നല്ല ഭംഗിയുണ്ട്. നിലം നിറയെ കോടമഞ്ഞ് അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് താഴെ എന്താണെന്ന് വ്യക്തമായിട്ട് അവന് കാണാൻ കഴിയുന്നില്ല. ഈ ഒരു സ്ഥലത്തിന്റെ പല ഭാഗത്തായിട്ട് കുത്തനെ നിൽക്കുന്ന മൺകൂഞ്ഞങ്ങളും കാണുകയാണ്. അങ്ങനെ അവൻ മുന്നോട്ടേക്ക് പോയപ്പോൾ മനോഹരമായ മറ്റൊരു കാഴ്ച കാണുന്നുണ്ട്. നീല നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു പ്രത്യേകതരം പ്രാണി. അതിനെ കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി. എന്നാൽ പെട്ടെന്ന് തന്നെ അവറ്റകളുടെ നിറം മാറുകയാണ്. അത് ചുവന്ന നിറത്തിലേക്ക് വന്നു. എല്ലാ പ്രാണികളും പിന്നീട് ഒരുമിച്ച് വന്ന് ആന്റിയെ ആക്രമിക്കാൻ തുടങ്ങി. ശരിക്കും ആന്റി ഇപ്പോ എവിടെയാണുള്ളത്? അവൻ എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ പ്രാണികൾ? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നില്ലേ? എന്നാൽ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോയിട്ട് കഥയിലൂടെ തന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം. മാത്രമല്ല, ഈ കഥ ആരംഭിക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ഈ ഒരു ചാനലിൽ വെബ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. 3 ബോഡി പ്രോബ്ലം എന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വെബ് സീരീസിന്റെ കഥയാണ് നമ്മളിപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞ് പറ്റുകയാണെങ്കിൽ അതും ഒന്ന് പോയി കാണുക കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ സ്പേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സ്പേസ് ഷിപ്പ് കാണിക്കുകയാണ്. അതിന്റെ പേര് ബോറിയാലിസ്. ഭൂമിയിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് ഒരുപാട് മനുഷ്യരെയും വഹിച്ചുകൊണ്ട് ഈ സ്പേസ് ഷിപ്പ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഉദ്ദേശിച്ച ആ ഒരു ഗ്രഹത്തിലേക്ക് എത്താനായിട്ട് 4 വർഷത്തോളം എടുക്കും. അത്രയും കാലം മനുഷ്യരിങ്ങനെ ഉണർന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു വലിയ സ്പേസ് ഷിപ്പും ഇതിന്റെ കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് AI ഉണ്ട്. അതുകൊണ്ട് ഇതിലുള്ള എല്ലാ യാത്രക്കാരും ഒരു ക്രയോപോഡിൽ, ഒരു ക്രയോ സ്ലീപ്പിലാണ്. അതായത് 4 വർഷത്തിന് ശേഷം മാത്രമേ ഇവർ ഉണരുള്ളൂ. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം സംഭവിക്കുകയാണ്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ, ഇതിലേക്ക് വലിയൊരു ഉൽക്ക വന്നിടിക്കുകയാണ്. സ്പേസ് ഷിപ്പിന്റെ പല ഭാഗവും ഇത് കാരണം തകരുന്നുണ്ട്. ഇതിനുശേഷമാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ആന്റിയെ കാണിക്കുന്നത്. അവനിപ്പോ ഒരു ക്രയോപോഡിന്റെ ഉള്ളിലാണ്. അതിനുള്ളിൽ അവൻ ക്രയോ സ്ലീപ്പിലാണ്. ഈ ക്രയോ സ്ലീപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇവർക്ക് 4 വർഷത്തോളം ഇങ്ങനെ യാത്ര ചെയ്യണമല്ലോ. അപ്പൊ ഈ ഒരു പോഡിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഉറങ്ങുന്നത് പോലെയായിരിക്കും. 4 വർഷം കഴിഞ്ഞാലും അവന്റെ ശരീരത്തിൽ അത്രയും വർഷം കടന്നു പോയതിന്റെ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആ സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇവിടെയുള്ള AI എല്ലാവരെയും ഉണർത്തും. അതുപോലെ തന്നെ ഒരു പോഡിലാണ് ഈ ആന്റി ഉള്ളത്. എന്നാൽ ആ ഒരു സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ തന്നെ അവന്റെ ആ ഒരു പോഡിൽ വാർണിംഗ് അലാറം വന്നിട്ടുണ്ട്. പതിയെ തന്നെ അവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. അതുപോലെ അവൻ ഉണരുന്ന ആ ഒരു സമയത്ത് അവന്റെ ആ ഒരു പോഡിലായിട്ട് അവന്റെ ഫാമിലി, പിന്നെ അവന്റെ ഓരോ മെമ്മറീസും അവിടുത്തെ ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ സ്പേസ് ഷിപ്പിന് ഡാമേജ് വന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ക്രയോപേഡ് ഈ ഒരു സ്പേസ് ഷിപ്പിൽ നിന്നും പുറത്തേക്ക് ഇജക്ട് ചെയ്യാണ്. അങ്ങനെ പുറത്തേക്ക് പോകണമെങ്കിൽ ഇവന്റെ ശരീരത്തിൽ ഒരു സ്പേസ് സൂട്ട് ആവശ്യമാണ്. സോ AI തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആന്റിയുടെ ദേഹത്ത് അതുപോലെ ഒരു സ്യൂട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആന്റി ഉണരുന്നത്. എന്താണ് ചുറ്റും സംഭവിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ AI തന്നെ സ്വയം ഒരു സ്യൂട്ട് അവന്റെ ദേഹത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നും അവന് മനസ്സിലാകുന്നില്ല. എന്തായാലും അഡ്വാൻസ് ആയിട്ടുള്ള ആ ഒരു സ്യൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും AI സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓക്സിജൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അവന്റെ ആ ഒരു പോഡുണ്ടല്ലോ, ഈ ഒരു സ്പേസ് ഷിപ്പ് പുറത്തേക്ക് ഇജക്ട് ചെയ്യാണ്. അതായത് ഡീപ് സ്പേസിലേക്ക്. അവന്റെ മാത്രമല്ല, അതുപോലെ വേറെയും ഒരുപാട് പോഡുകൾ ഇതുപോലെ പുറത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. കാരണം ആ ഒരു സ്പേസ് ഷിപ്പിൽ ഇനി ഒന്നിനും സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിലെ ആ ഒരു AI സിസ്റ്റം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് എല്ലാവരെയും പുറത്തേക്ക് ഇജക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് കരുതി സ്പേസ് ഷിപ്പ് രക്ഷിക്കാൻ നോക്കിയ എല്ലാവരും ഒന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നില്ല കേട്ടോ. അതായത് ഇതിങ്ങനെ തകർന്നു പോകുമ്പോൾ ഇതിന്റെ പല കഷ്ണങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോവല്ലോ. അതിൽ ഓരോ കഷ്ണങ്ങൾ വന്ന് ചില പോഡ്സിൽ തട്ടുന്നുണ്ട്. അപ്പൊ അതിലുണ്ടായിരുന്ന ആൾക്കാരും സ്വാഭാവികമായിട്ടും മരണപ്പെടും. കുറച്ച് പോഡുകൾ മാത്രമേ ഇതുപോലെ രക്ഷപ്പെട്ട് സ്പേസിലേക്ക് അങ്ങനെ തെറിച്ചു പോകുന്നുള്ളൂ. എന്നാൽ സ്പേസിലേക്ക് ആയിരുന്നില്ല ഇവരുടെ ഈ ഒരു പോഡുകൾ പോകുന്നുണ്ടായിരുന്നു. കാരണം തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ഗ്രഹം ഉണ്ടായിരുന്നു. ആ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റേഷൻ പവർ കാരണം, അതായത് ഭൂഗുരുത്വാകർഷണം കാരണം ഇങ്ങനെ തെറിച്ചുപോയ ആ ഒരു പോഡുകൾ മുഴുവനായിട്ടും ആ ഗ്രഹത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മുടെ ആന്റിക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും പോഡ് ഇപ്പോൾ ആ ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആ ഗ്രഹത്തിലേക്ക് ഇത് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിലത്ത് വീണ് ആകെ തകർന്നു പോകും. അപ്പൊ അതിനുള്ളിലെ AI തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ചില ചിറകുകൾ വിടർത്തുകയാണ്. ചെറുതായിട്ട് അതിന്റെ ആ ഒരു സ്പീഡ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്. എന്ന് കരുതി വല്ലാണ്ടൊന്നും സ്പീഡ് കുറയുന്നില്ല കേട്ടോ. പക്ഷേ നിലത്തേക്ക് അങ്ങനെ ഇടിച്ചിറങ്ങേണ്ട ആവശ്യമൊന്നും വന്നില്ല. വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ ആ ഒരു ഗ്രഹത്തിലേക്ക് ഇപ്പൊ ആന്റിയുള്ള ആ ഒരു പോഡ് വന്ന് വീഴുന്നുണ്ട്. ഈ സമയത്താണ് വലിയൊരു അപകടം പറ്റിയെന്നുള്ള കാര്യം ആന്റി മനസ്സിലാക്കുന്നത് തന്നെ. എന്തായാലും ചില്ലിലൂടെ അവൻ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഏതോ ഒരു ഗ്രഹം ഒരുമാതിരി വിജനമായിട്ട് കിടക്കുന്നു. ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുമാതിരി ഒരു എന്താ പറയാ, ഒരു വൃത്തികെട്ട മരുഭൂമി പോലെ. പിന്നീട് വേഗം തന്നെ ആന്റിയെ രക്ഷപ്പെടുത്തണേ, സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർക്കും മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും ആരും കേൾക്കുന്നില്ല തോന്നുന്നു. കാരണം അതിനുള്ള റെസ്പോൺസ് ഒന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇതേ നേരം തന്നെ അവൻ ഉണ്ടായിരുന്ന ആ ഒരു പോഡ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇളകാൻ തുടങ്ങുകയാണ്. കാരണം ഇത് വന്ന് വീണിരിക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ ആ ഒരു പൊടിമണ്ണിൽ ഇത് താന്നു പോകും, അല്ലെങ്കിൽ വീണ്ടും ഇത് ഉരുണ്ടുപോകും. ഇത് മനസ്സിലാക്കിയ ആന്റി എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പുറത്തേക്ക് കടക്കുന്നത് പ്ലാൻ ചെയ്യാണ്. പക്ഷേ ഈ ഒരു പോഡ് അതെങ്ങനെ ഓപ്പൺ ആക്കും, എന്തെങ്കിലുമൊക്കെ ടൂൾസോ അല്ലെങ്കിൽ ഗണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. കാരണം കുറച്ചും കൂടെ റാങ്ക് കൂടിയ ആൾക്കാർക്ക് മാത്രമേ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ആന്റി ആണെങ്കിൽ റാങ്ക് കുറഞ്ഞൊരാളായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒന്നും അവന്റെ ആ ഒരു പോഡിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ തീ പിടിച്ചാൽ തീ കെടുത്താൻ ആവശ്യമുള്ള ആ ഒരു സിലിണ്ടർ ഉണ്ടല്ലോ, അതിപ്പോൾ അവൻ എടുക്കുകയാണ്. അത് വെച്ച് ആ ഒരു ചില്ല് അടിച്ച് പൊളിക്കുന്നുണ്ട്. ചില്ലിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. അപ്പൊ അതിൽ
അതിലൂടെ പുറത്ത് കടക്കാമെന്ന് അവൻ പ്ലാൻ ചെയ്ത് നേരെ മുകളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ആ ഒരു പോഡ് വീണ്ടും ഷെയ്ക്ക് ആവുകയാണ്. അതൊന്ന് ഉരുളുന്നുണ്ട്. അവന്റെ പിടുത്തം വിട്ട് അവൻ വീണ്ടും അതിനുള്ളിലേക്ക് തന്നെ വീഴാണ്. ഇങ്ങനെ വീഴുന്ന സമയത്ത് ചില്ലിന്റെ ചെറിയൊരു കഷ്ണം അവന്റെ ആ ഒരു സ്യൂട്ടിൽ തട്ടിപ്പോവാണ്. അങ്ങനെ ചെറിയൊരു കീറൽ വന്നതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ നിന്നും ശക്തമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് പോവാണ്. ഈ ഓക്സിജൻ ഇതുപോലെ പുറത്തേക്ക് പോയാൽ പിന്നെ അവന് ശ്വസിക്കാൻ കഴിയില്ല. ശ്വാസം മുട്ടി മരിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഒരു സ്പ്രേ കിട്ടുകയാണ്. അതെല്ലാം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു സ്പ്രേ എടുത്ത് ആ ഒരു ഓക്സിജൻ ലീക്കായി പോകുന്ന ഭാഗത്തേക്ക് അവൻ അടിച്ച സമയത്ത് അത് മുഴുവനായിട്ടും ക്ലോസ് ആയി പോവാണ്. അതായത് ഇതുപോലെ ലീക്കുള്ള സമയത്ത് അടിക്കേണ്ട സ്പ്രേ ആണത്. പിന്നെ അവൻ ആ ഒരു പോഡിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ചെറുതായിട്ട് പുക വരുന്നുണ്ട്. അതായത് അധികം വൈകാതെ ഇത് കത്താൻ വേണ്ടി പോവാന്ന് അവന് മനസ്സിലായി. പിന്നീട് എങ്ങനെയൊക്കെയോ സകല ഊർജ്ജം സംഭരിച്ചുകൊണ്ട് ഒരു വിധത്തിൽ അവൻ അതിന്റെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും ഇതിന്റെ ഉള്ളിൽ നിന്ന് പല ഭാഗത്തു നിന്നും പുക വരാൻ തുടങ്ങി. എന്തായാലും അതിനുള്ളിൽ നിന്നും രക്ഷപ്പെട്ട് ആന്റി പുറത്തേക്ക് വന്നല്ലോ. ആ സമയത്താണ് അതിഭീകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച അവൻ കാണുന്നത്. അതായത് ഇവര് വന്ന ആ ഒരു വലിയ സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ, ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളും വലുപ്പമുണ്ടാവും. ഇത് തകർന്ന് നേരെ ഈ ഒരു ഗ്രഹത്തിലേക്ക് വന്ന് വീഴുകയാണ്. വമ്പനായിട്ടുള്ള ഒരു സ്ഫോടനം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു സ്ഫോടനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുശേഷം ശക്തമായ ഒരു കാറ്റ്, അതായത് ഒരു ഷോക്ക് വേവ് വരും. ആ ഒരു ഷോക്ക് വേവിൽ പെട്ട് ആന്റി ഇപ്പോൾ തെറിച്ച് വീണു പോവാണ്. ഒരു വിധത്തിൽ എഴുന്നേറ്റ് അവന്റെ ആ ഒരു സ്യൂട്ടിലുള്ള AI ഉണ്ടല്ലോ അതിനോട് തന്നെ ചോദിക്കുകയാണ്, നമ്മളിപ്പോ എവിടെയാണത്, എന്താ നമുക്ക് പറ്റിയത്? അങ്ങനെ AI അവന്റെ മുന്നിൽ ഒരു സ്ക്രീന് പോലെ ഒരു കാര്യം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നമ്മൾ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് പകുതി ദൂരം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ആ ഒരു ഗ്രഹത്തിലേക്ക് പോകാനായിട്ട് കുറച്ച് വർഷം കൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. എന്നാൽ വലിയൊരു ഉൽക്ക നമ്മുടെ പേടകത്തിൽ വന്നു തട്ടി അതാകെ തകർന്നു പോയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഗ്രഹത്തിലേക്ക് നീ വന്നു വീണത്. അതായത് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെട്ട് കെടുക്കുകയാണെന്ന് ഇപ്പൊ നമ്മുടെ ആന്റിക്ക് മനസ്സിലായി. ഇതിനുശേഷം ആ തകർന്നു വീണ് കിടക്കുന്ന വലിയ സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് അവൻ പോവാണ്. ആരെങ്കിലൊക്കെ അതിന്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അവിടെ എത്തിയിട്ട് മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ജീവനോടെ ഒരാൾ പോലും ഇല്ല. ഒരുപാട് മൃതദേഹങ്ങൾ മാത്രമേ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനുശേഷം ഓക്സിജന്റെ ചെറിയ സിലിണ്ടറോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് പരിശോധിച്ച് നോക്കുകയാണ്. കാരണം അവന്റെ സ്യൂട്ടിന്റെ ഉള്ളിൽ നിന്നും അത്യാവശ്യം ഓക്സിജൻ ലീക്കായി പോയിട്ടുണ്ട്. എന്തായാലും തപ്പി നടന്നപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് തിരിച്ചു നോക്കിയ സമയത്ത് അതിന്റെ ബേക്ക് മുഴുവൻ ഡാമേജ് ആയി കിടക്കുകയാണ്. അതിന്റെ ഉള്ളിലൊന്നും ഓക്സിജൻ ഇല്ല. സോ ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ല മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആന്റി പോവാണ്. അങ്ങനെ അവൻ പോയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഈ തകർന്നു കിടക്കുന്ന സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് രക്തം പുരണ്ട ഒരു കാൽപ്പാട് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു കാൽപ്പാട് അവിടെ വന്നേന്ന് അറിയില്ല. എന്തായാലും ആ ഒരു കാര്യം ആന്റി കാണുന്നില്ല. അവൻ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അതായത് അവന്റെ ടീമിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ ജീവനോടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ഈ ഗ്രഹത്തിൽ നല്ല ശക്തമായിട്ടുള്ള പൊടിക്കാറ്റ് വീശാണ്. അതിൽപ്പെട്ട് തെറിച്ചു പോവോ എന്ന് വരെ അവന് പേടിയുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ആ ഒരു കാറ്റിൽ നിന്നും അവൻ സർവൈവ് ആവുന്നുണ്ട്. ആ സമയത്താണ് കുറച്ച് അകലിൽ നിന്നും ഒരാൾ മെസ്സേജ് അയക്കുന്നത് കാണുന്നത്. അതായത് SOS രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ്. ആ സിഗ്നൽ കിട്ടിയ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ ആന്റി ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് ലൈറ്റുകളും അതുപോലെ തന്നെ എവിടെ നിൽക്കിയോ കുറെ ഡിവൈസുകൾ ഒപ്പിച്ചുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ ഭൂമിയിലേക്ക് എന്തോ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇയാളുടെ പേര് ഡ്വാൻ എന്നും ആന്റിയോട് പറയുന്നുണ്ട്. ഇപ്പൊ ആന്റിയും അവന്റെ പേരെല്ലാം പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നതാണ്. ഇപ്പൊ ആന്റി ചോദിക്കുകയാണ്, ശരിക്കും എന്താണ് നമ്മുടെ സ്പേസ്ഷിപ്പിന് സംഭവിച്ചത്? ഡ്വാൻ എന്താ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു കമ്പനി ഉണ്ടല്ലോ അവരുദ്ദേശിച്ച ആ ഒരു ഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. എന്നാൽ ഒരു ഷോർട്ട് കട്ട് എടുത്തുകൊണ്ട് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കുറെ അധികം ആസ്ട്രോയിഡുള്ള ആ ഒരു ഏരിയയിലൂടെ ഇവർ ഈ ഒരു ഷിപ്പിനെ കൊണ്ടുപോകാൻ നോക്കി. എന്നാൽ അതിബുദ്ധി ആപത്ത് എന്ന് പറഞ്ഞതുപോലെ ആ ഷോർട്ട് കട്ട് എടുത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഉൽക്കയിൽ ഒരെണ്ണം ഇവരുടെ സ്പേസ്ഷിപ്പിൽ തട്ടി. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. തകർന്നു വീണ മെഷീൻസിന്റെ ഓരോ പാർട്സും അതിന്റെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയ സമയത്താണ് ഡ്വാന് കാര്യം മനസ്സിലായത്. പിന്നീട് ഡ്വാൻ അവന് കിട്ടിയ ആ ഒരു മെഷീൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് ഭൂമിയിലേക്ക് മെസ്സേജ് എത്തുമ്പോൾ തന്നെ കുറച്ചധികം ദിവസങ്ങളാവും. എന്നിട്ട് അവിടുന്ന് ഒരു റെസ്ക്യൂ ടീം നമ്മളെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് ഒരു 2-2.5 വർഷം എടുക്കും. അപ്പൊ ആ ഒരു 2.5 വർഷം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. എന്തായാലും സ്പേസ്ഷിപ്പ് അത് രണ്ടായിട്ട് തകർന്നിട്ടുണ്ടെങ്കിലും അതിന്റെ മറ്റൊരു ഭാഗം വലിയ കുഴപ്പമില്ലാതെ മറ്റെവിടെയോ വീണ് കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് തൽക്കാലം അവിടെ പിടിച്ചു നിൽക്കാന്ന് പറയാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആന്റിക്ക് മനസ്സിലായി ശരിക്കും നല്ല രീതിയിൽ തന്നെ ഇവരെല്ലാവരും പെട്ട് കിടക്കുകയാണ്. അങ്ങനെ അവൻ അതിലൂടെ നടക്കുന്ന സമയത്ത് അറിയാതെ ഒരു വൈറൽ ചവിട്ടി പോകുന്നുണ്ട്. ഇപ്പൊ ഡുവാൻ പറയാണ്, എടോ അതൊന്ന് കണക്ട് ചെയ്യേ, ഈ മെസ്സേജ് നമുക്ക് അയക്കണം. അങ്ങനെ തിരിഞ്ഞു നിന്ന് ആന്റി ആ ഒരു വയർ കണക്ട് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ പിന്നിലുണ്ടായിരുന്ന ഡുവാനെ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു സാധനം വന്ന് വലിച്ചെടുത്തോണ്ട് അങ്ങോട്ട് പോവുകയാണ്. അതുപോലെ ആന്റി ആ ഒരു വയർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ ഭൂമിയിലേക്ക് ആ ഒരു സിഗ്നൽ പോകുന്നുണ്ട് എന്ന് തോന്നുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇത്രയും നേരം ആന്റിയുടെ കൂടെ ഉണ്ടായിരുന്ന ഡുവാനെ ആന്റി ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. ഇയാളിപ്പോ എവിടെയാ പോയത്? ചുറ്റും നോക്കുന്നുണ്ട്, എവിടെ നോക്കിയിട്ടും ഡുവാനെ കാണുന്നില്ല. ഈ ഡുവാൻ അത്യാവശ്യം ഉയർന്ന റാങ്കിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവന്റെ ഗണ്ണും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അത് ആന്റി എടുക്കാണ്. വീണ്ടും അവിടെയൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഡുവാനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതിനുശേഷം അധിക നേരമൊന്നും അവിടെ നിൽക്കാതെ ആന്റി വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അതായത് ഡുവാൻ പറഞ്ഞ സ്പേസ്ഷിപ്പിന്റെ മറ്റൊരു ഭാഗം ഇവിടെ വീണ് കിടക്കുന്നുണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ അത് തേടിയിട്ട് ആന്റി പോകുന്ന സമയത്ത് പെട്ടെന്ന് AI അവനോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്യൂട്ടിലെ ഓക്സിജൻ അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ നിങ്ങൾ മരണപ്പെടും. ഇത് കേട്ട സമയത്ത് ആന്റി ഒന്നുകൂടെ വേഗത്തിൽ ആ ഒരു തകർന്നു വീണ സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ അതിന്റെ ബാക്കി ഭാഗം തിരയാൻ നോക്കുകയാണ്. കാരണം അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അതിലേക്ക് എത്താൻ പറ്റിയാൽ അതിൽ ഒരുപാട് ഓക്സിജനും അതിന്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അപ്പൊ കുറച്ചുകൂടെ വേഗത്തിൽ അവൻ തപ്പാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്തിന് മറ്റൊരു മെസ്സേജ്
മെസ്സേജ് കൂടെ അവന് കിട്ടുന്നുണ്ട്. അതായത് അവനെ കൂടാതെ വേറൊരാൾ കൂടെ ജീവനോടെ ഈ ഒരു ഗ്രഹത്തിൽ സർവൈവ് ആയിട്ടുണ്ട്. ആ മെസ്സേജ് ഇപ്പൊ അവന് കിട്ടുകയാണ്. പിന്നീട് വേഗം തന്നെ AI-യോട് ആന്റി കാര്യങ്ങൾ പറയണം. അതായത് എവിടെ നിന്നാണ് ആ ഒരു മെസ്സേജ് വന്നത്, ആ ലൊക്കേഷൻ എനിക്ക് കാണിച്ചതാ. എന്നാൽ AI-ക്ക് ഇവിടെ അത്ര സിഗ്നലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ ഉയർന്ന ഭാഗത്തിലേക്ക് പോയിട്ട് ആന്റി അവനോടൊന്ന് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. ഇതുകൂടി ആയപ്പോൾ ആന്റി വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് സങ്കടമാണ്. ഇനി ഒരിക്കലും എനിക്ക് എന്റെ ഫാമിലിയെ കാണാൻ പറ്റില്ലേ, എനിക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ലേ. ഇത്രയും വലിയ ഈ ഒരു ഗ്രഹത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ആരുടേതായാലും ആ ഒരു മൈൻഡൊക്കെ ഒന്ന് ആകെ മാറിപ്പോ അവൻ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവനൊരു റേഡിയോ സന്ദേശം കിട്ടുന്നത്. അതായത് കുറച്ചും കൂടെ അപ്പുറത്തായിട്ട് മറ്റൊരാൾ കൂടെ സർവൈവ് ആയിട്ടുണ്ട്. അതൊരു ലേഡിയാണ്, നവോമി എന്നാണ് അവരുടെ പേര്. ഇപ്പൊ മെസ്സേജ് അയച്ച ആളുമായിട്ട് ആന്റി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സിഗ്നൽ ഒന്നും അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് എന്താണ് പറയുന്നതെന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നീട് ആന്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് കേട്ടോ, കുറച്ച് ഉയരമുള്ള ഭാഗത്തേക്കും. അങ്ങനെ പല സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ പോയപ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ച് സിഗ്നൽ കിട്ടുന്നുണ്ട്. വേഗം തന്നെ ആ ഒരു AI-യോട് പറഞ്ഞിട്ട് ഈ നവോമി എവിടെയാണ് കുടുങ്ങി കിടക്കുന്നത് ആ ഒരു സിഗ്നലിൽ ലൊക്കേഷൻ എടുക്കാൻ വേണ്ടി പറയണം. ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നവോമിയും ആന്റിയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതായത് ആന്റി പെട്ടുകിടന്നത് പോലെ തന്നെ ഒരു പോഡിന്റെ ഉള്ളിലാണ് നവോമി ഇപ്പോൾ ഉള്ളത്. പക്ഷെ അവൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നത് നവോമി പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു AI ആന്റിയോട് ഒരു കാര്യം പറയാണ്, ഇത്രയും ദൂരം നടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഉണ്ടല്ലോ അത് നിന്റെ സ്യൂട്ടിലില്ല. അതായത് അത്രയും ദൂരം നടന്നു പോവാണെങ്കിൽ ആന്റി എന്തായാലും മരിച്ചു പോകും. ഇപ്പൊ നവോമി പറയാണ്, നീ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് എത്തിയാൽ മാത്രം മതി, നമുക്ക് രണ്ടുപേർക്കും ആവശ്യത്തിലധികമുള്ള ഓക്സിജൻ ഇവിടെ ഉണ്ട്. പിന്നെ അധികം നേരം ഒന്നും ആന്റി ചിന്തിക്കാൻ നിന്നിട്ടില്ല. നേരെ നവോമിയുടെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ്. നടന്ന് കുറച്ചധികം ദൂരം പോയിട്ടുണ്ട്. ഇപ്പോ രാത്രിയാവാനായിട്ടാണ്, നല്ല ഇരുട്ടാണ്. പോകുന്ന സമയത്ത് നവോമിയോട് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പോകുന്ന നേരത്ത് വല്ലാത്തൊരു ശബ്ദം, ഒരു കരച്ചിൽ, ഒരു അലർച്ച ആന്റി കേൾക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഭയന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ AI-യോട് ഈ ഒരു സ്ഥലം മുഴുവനായിട്ടും ഒന്ന് സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ ഇരുട്ടായതുകൊണ്ട് ആ AI-ക്ക് വ്യക്തമായിട്ട് ഇവിടെ സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അപ്പുറത്തുനിന്ന് നവോമി ചോദിക്കുന്നുണ്ട്, ഏത് കമ്പനിയുടെ AI ആണ് നീ ഉപയോഗിക്കുന്നത്? ഇപ്പോ ആന്റി ആ ഒരു കമ്പനിയുടെ പേര് പറയണം. ഇത് കേട്ടപ്പോൾ നവോമി പറയാണ്, ആ കമ്പനിയുടെ ഒക്കെ ടെക്നോളജി ആരെങ്കിലും ഉപയോഗിക്കോ? ഈ ആന്റി എല്ലാം കുറഞ്ഞ റാങ്കിലുള്ള ആളായതുകൊണ്ട് അത്ര വലിയ ടെക്നോളജി ഒന്നും അല്ല അവന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ ഏരിയ മുഴുവനായിട്ടൊന്നും ആ ഒരു AI-ക്ക് സ്കാൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അതുപോലെ തന്നെ ഇത്രയും നേരം നവോമിയോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ, ആ ഒരു കണക്ഷനും ഇപ്പൊ ഡിസ്കണക്ട് ആവുകയാണ്. സത്യം പറഞ്ഞാൽ ഏതോ ഒരു ഭാഗത്ത് വന്ന് അവനിപ്പോ പെട്ടുകിടുകയാണ്. ചുറ്റും നോക്കുകയാണെങ്കിൽ കൂറ്റാക്കൂരിട്ടും. നിലവിലിപ്പോ നവോമിയോട് സംസാരിക്കാനും കഴിയുന്നില്ല. സിഗ്നൽ കട്ടായല്ലോ. എന്തായാലും പതിയെ അവൻ അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. അവന്റെ ഏക പ്രതീക്ഷ എന്ന് വെച്ചാൽ അവന്റെ ഹെൽമെറ്റിലുണ്ടായിരുന്ന ആ ഒരു വെളിച്ചം മാത്രമാണ്. എന്നാൽ ആന്റിയുടെ ആ പ്രതീക്ഷയും അങ്ങ് പോവുകയാണ്. കാരണം എന്താണെന്നറിയോ, ഹെൽമെറ്റിലെ ലൈറ്റിന് മുഴുവൻ എന്തോ തകരാറ്. അത് പതിയെ അതിന്റെ ആ ഒരു ലൈറ്റിന്റെ പവർ കുറച്ചുകൊണ്ടുവരികയാണ്. അതായത് എല്ലാ രീതിയിലും റാങ്ക് കുറഞ്ഞത് കൊണ്ട് തന്നെ ആന്റിക്ക് ലോ ക്വാളിറ്റി സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. വലിയ വെളിച്ചമില്ല, അതുപോലെ തന്നെ എങ്ങോട്ടേക്ക് പോകണമെന്ന് വ്യക്തമായ ധാരണയില്ല, സിഗ്നലും ഇല്ല. ആകെ ഒരുമാതിരി പെട്ട അവസ്ഥ. എന്തായാലും അവനിങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കല്ലുകളുണ്ടല്ലോ അത് ഉരുളുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിൽക്കുന്നുണ്ട്. ചുറ്റും എന്താ സംഭവിക്കുന്നതെന്ന് അവൻ ചെറുതായിട്ടൊന്ന് നിരീക്ഷിക്കുകയാണ്. പിന്നീട് ഈ കല്ലുകൾ ഉരുണ്ടു വീഴുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ അത് കേട്ട് ഭാഗത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നീട് ആന്റി അവിടുന്ന് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് യാദൃശികമായിട്ട് ചെറിയ കുഴികൾ കാണുകയാണ്. ചിലപ്പോ ഇതിലേക്ക് കല്ലുകൾ വീഴുന്ന ശബ്ദമായിരിക്കും അവൻ കേട്ടത്. എന്തായാലും ആ ഒരു ചെറിയ കുഴികളുണ്ടല്ലോ അതിനെ ഫോളോ ചെയ്ത് അവൻ മുന്നോട്ടേക്ക് പോയപ്പോ മറ്റൊരു വലിയ കുഴി കാണാണ്. ഈ കുഴിയുടെ ചുറ്റുമായിട്ട് ചിലന്തി വലയുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് അവനാകെ ഷോക്കായി പോവാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നുമില്ല എന്ന് കരുതിയ ഈ ഗ്രഹത്തിൽ ഇതുപോലൊരു ഹോളും അതുപോലെ തന്നെ ചിലന്തി വലയും. യഥാർത്ഥത്തിൽ ഇവിടെ എന്തെങ്കിലും മൃഗങ്ങൾ ഉണ്ടാവോ? അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടി വന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ വീണ്ടും പതിയെ മുന്നോട്ടേക്ക് തന്നെ പോവാണ്. ഒരുപാട് മടകള്, ചെറിയ ഗുഹകൾ, ഇതെല്ലാം ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നു. അതിന് പുറമെ ഇപ്പൊ നന്നായിട്ട് മഞ്ഞ് പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്തോ ഒരു മൃഗമാണെന്ന് അവന് മനസ്സിലായി. വേഗം തന്നെ ഒരു ഭാഗത്ത് വന്ന് ഒളിച്ച് അവന്റെ ഹെൽമെറ്റിലെ ലൈറ്റ് അങ്ങ് ഓഫാക്കുകയാണ്. വെളിച്ചം ഓഫാക്കിയിട്ടില്ലെങ്കിൽ ആ മൃഗം അവനെ തേടി അവന്റെ അടുത്തേക്ക് വരും. എന്തായാലും ഇപ്പൊ വെളിച്ചെല്ലാം ഓഫാക്കിയിട്ട് ആ ഒരു പാറയുടെ അരികിലായിട്ട് അവൻ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുടെ ആ ഒരു സ്യൂട്ടിൽ നിന്നും സിഗ്നലും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ചുറ്റുപാടുള്ള സ്ഥലത്ത് എവിടെയോ എല്ലാവരും കൂടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ അവരുടെ സിഗ്നൽ കിട്ടിയപ്പോൾ അവർക്ക് തിരിച്ചും ഒരു സിഗ്നൽ അയക്കുന്നുണ്ട്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഭാഗത്തുനിന്നും യാതൊരു റെസ്പോൺസും കിട്ടുന്നില്ല. അവരൊന്ന് സ്കാൻ ചെയ്ത് നോക്കാന്ന് വെച്ച് നോക്കുമ്പോൾ അവന്റെ ആ ഒരു AI ഒന്നും അത്ര പെർഫെക്റ്റ് അല്ലല്ലോ. ഈ സമയത്ത് ഇപ്പൊ നവോമിയുമായിട്ടുള്ള ആ ഒരു സിഗ്നൽ അത് കണക്ട് ആയി കിട്ടുകയാണ്. നവോമിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവന്റെ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഒരു എന്തോ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നല്ലോ. അപ്പൊ അത് നവോമി പരിശോധിച്ച് അവള് തന്നെ അവളുടെ ആ ഒരു ടെക്നോളജി വെച്ച് ആ ഒരു ഏരിയ സ്കാൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. ഈ പാന്റ് ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു സ്ഥലത്തിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവന്റെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്, ഇവരെന്താ തിരിച്ച് റെസ്പോൺസ് ആക്കാത്തതെന്ന് ആന്റിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ അത് ഓൺ ആക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് ഒരൊറ്റ എറിയാണ്. നോക്കുമ്പോൾ അതിഭീകരമായ ഒരു ജീവി നിൽക്കുന്നത് അവൻ കാണുകയാണ്. അതിന്റെ അടുത്താണ് ആ ഒരു ഫ്ലെയർ ചെന്ന് വീണത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അതൊരു എട്ടുകാലിയായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ ഭൂമിയിലുള്ള എട്ടുകാലിയുടെ ആ രൂപമൊന്നുമല്ല. അതിനേക്കാൾ ഭീകരമായ, അമാനുഷികമായ വലുപ്പമുള്ള മറ്റൊരു
രൂപം. അതിനെ കണ്ടപാട് തന്നെ ശരിക്കും ആന്റി പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല ഡുവാന്റെ ആ ഒരു ഗണ്ണ് ഇപ്പൊ അവന്റെ കയ്യിലുണ്ടല്ലോ, ആ ഗണ്ണ് ഉപയോഗിച്ച് ഈ ജീവിയെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും ഗണ്ണ് ഇപ്പൊ വർക്ക് ആവുന്നില്ല. എന്നാൽ അതിന്റെ ആ ഒരു ശബ്ദം ആ ജീവി കേൾക്കാണ്. അതുകൊണ്ട് തന്നെ ഒളിച്ചിരിക്കുന്ന ആന്റിയുടെ അടുത്തേക്ക് അത് പാഞ്ഞു വരുന്നുണ്ട്. ആന്റി ഒന്നും നോക്കിയില്ല, കയ്യിലുള്ളതൊക്കെ എറിഞ്ഞ് ഒരേറ്റ ഓട്ടം മുന്നോട്ടേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ ജീവിയാണെങ്കിലും അവന്റെ പിന്നാലെ തന്നെ. ഇങ്ങനെ ഓടുന്ന സമയത്ത് ആന്റി ഒരു വലിയ കുഴിയിൽ ചെന്ന് വീഴുകയാണ്. എന്നിട്ടും ആ ഒരു ജീവി അവനെ വെറുതെ വിടുന്നില്ല. അവന്റെ പിന്നാലെ തന്നെ വരികയാണ്. അതിന്റെ കൈകൾ വെച്ച് അവൻ ആക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അടിയിൽ കൂടെ നീണ്ടു കിടക്കുന്ന ഒരു ഗുഹ പോലെ അവനൊരു സ്ഥലം കാണുന്നുണ്ട്. സോ ആ ഒരു ഭാഗത്തൂടെ അവൻ ഓടുകയാണ്. അതിന്റെ കൈകൾ വെച്ച് അവനെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എന്തോ ഭാഗ്യത്തിന് ആന്റി അതിലൂടെ ഓടി പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് നവോമി ചോദിക്കുന്നുണ്ട്, ആന്റി എന്താ സംഭവിച്ചത്? എന്തോ ബഹളം കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ആന്റി പറയാണ്, ഇതുപോലൊരു മൃഗത്തെ കണ്ടു, അതെന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു, അവിടുന്ന് രക്ഷപ്പെട്ടു വരികയാണ്. വലിയൊരു അപകടത്തിലാണ് ആന്റി എന്ന് ഇപ്പൊ നവോമിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നവോമി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിന്റെ സ്യൂട്ട് ഉണ്ടല്ലോ, അതിലിപ്പോ എത്രത്തോളം ഓക്സിജൻ ഉണ്ട്? ആന്റി ഇപ്പൊ ആ ഒരു ഓക്സിജന്റെ ലെവൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അത് വളരെ കുറവാണ്. അധിക നേരമൊന്നും ഇത് വെച്ച് നമ്മുടെ ആന്റിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് പുറമെ ഇപ്പൊ ഉണ്ടായ ഈ ഒരു അപകടത്തിൽ അവന്റെ സ്യൂട്ടിൽ ചെറിയൊരു ലീക്ക് വന്നിരിക്കുകയാണ്. ഇതും കൂടി ആയപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓക്സിജൻ ലോസ് ആയിട്ടുണ്ട്. വേഗം ആ ഒരു സ്പ്രേ എടുത്ത് ആ ഒരു ഹോള് വന്ന ഭാഗത്ത് അവനത് അടിക്കുന്നുണ്ട്. ഈ ഒരു ഓക്സിജൻ വെച്ച് ഇനി നവോമിയുടെ അടുത്തേക്ക് എത്തുമെന്ന് പോലും പറയാൻ കഴിയില്ല. ആ സമയത്താണ് അവന് മറ്റൊരു സിഗ്നൽ കിട്ടുന്നത്. ആ ആള് അവനോട് സംസാരിക്കുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, അവൻ ഈ ഒരു ഗ്രഹത്തിൽ വെച്ച് ആകെ നേരിട്ട് കണ്ട ഒരാളേ ഉള്ളൂ, ഡുവാൻ തന്നെ. അപ്പൊ ഡുവാനോട് എന്താ പറ്റിയത്, നീ എവിടെയാണ് ചോദിക്കുമ്പോൾ ഡുവാൻ പറയാണ്, ആ ഒരു ജീവി അവനെ പിടിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷെ ഇത്രയും നേരമായിട്ടും എങ്ങനെയൊക്കെയോ അതിന്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ട് അവൻ ഒളിച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് വന്ന് എന്നൊന്ന് രക്ഷപ്പെടുത്താൻ ഡുവാൻ പറയുന്നുണ്ട്. എന്നാൽ മറുപടിയായിട്ട് ആന്റി ഒന്നും പറയുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ നവോമി കാര്യങ്ങൾ എന്തായി ചോദിക്കുമ്പോൾ ആന്റി ഇതുപോലെ തന്നെ സർവൈവ് ആയിട്ട് ഒരാൾ കൂടെ ആ ഒരു എട്ടുകാലിയുടെ ആ ഒരു ഗുഹയിലുണ്ട്. പക്ഷെ എന്റെ സ്കാനറും കാര്യങ്ങളൊന്നും വർക്ക് ആവുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് വഴി കൃത്യമായിട്ട് മനസ്സിലാവുക? അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് പറ്റില്ല, വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്തായാലും അവനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് ആന്റി പറയാണ്. ഇപ്പൊ നവോമി പറയാണ്, നീ അങ്ങനെ ചിന്തിക്കല്ലേ, ഒന്ന് റിസ്ക് എടുക്കുകയാണെങ്കിൽ, നീ പറഞ്ഞ ആ ഒരു ഡുവാനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അവന്റെ കയ്യിൽ ഓക്സിജൻ ഉണ്ടാവില്ലേ, അതെന്തായാലും കുറച്ച് അവൻ നിനക്ക് തരാതിരിക്കില്ലല്ലോ. നിനക്ക് എന്തായാലും അങ്ങനെ കുറച്ച് കിട്ടിയാൽ നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പറ്റുവാണെങ്കിൽ പോയിട്ട് അവനെ രക്ഷപ്പെടുത്തുക, എന്നാൽ നിനക്ക് കൂടെ രക്ഷപ്പെടാന്ന് പറയണം. പിന്നീട് ആന്റി മനസ്സില്ലാ മനസ്സോടെ, അതായത് പേടിയാണ്, സ്കാനറും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല, അതുകൊണ്ട് വഴിയും കൃത്യമായിട്ട് അറിയുന്നില്ല. എന്തായാലും ആന്റി രണ്ടും കൽപ്പിച്ച് ഡുവാനെ രക്ഷപ്പെടുത്താനായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ എവിടെയാണ് ഡുവാൻ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡുവാൻ അവന് വരാനായിട്ട് ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഡുവാന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ ഗണ്ണ് മേലേക്ക് നോക്കി പൊട്ടിക്കുകയാണ്. സോ ആ ഒരു സ്ഥലം നോക്കിയിട്ട് ഇപ്പൊ ആന്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒന്നല്ല ഒരുപാടധികം പോടുകൾ ഇവിടെയാണ് വന്ന് വീണിരിക്കുന്നത്. അതിനിടയിലൂടെ ആ ഒരു സിഗ്നൽ കിട്ടിയ ഭാഗത്തേക്ക് ആന്റി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഓരോ പോടുകളെയും താണ്ടി അവൻ മുന്നോട്ടേക്ക് പോയ സമയത്ത് അവനെ വിളിച്ച ഡുവാനെ കാണുന്നുണ്ട്. അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഏകദേശം അടുത്തെത്താനായ ആ ഒരു നേരത്ത് തന്നെ ആ ജീവി, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു എട്ടുകാലി തന്നെ, ഏലിയൻ എട്ടുകാലി എന്ന് പറയാം. എന്തായാലും ആ ഒരു ഏലിയൻ എട്ടുകാലി ഡുവാനെ അറ്റാക്ക് ചെയ്യാണ്. അതിനെ കണ്ടപാട് തന്നെ ആന്റി വേഗം ഒരു പോടിന്റെ പിന്നിൽ പോയിട്ട് ഒളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡുവാൻ ആന്റിയോട് പറയുന്നുണ്ട്, പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ രക്ഷപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ജീവിക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. അത് പറയാൻ നിൽക്കുമ്പോഴേക്കും ഡുവാനെ ആ ഒരു ജീവി കൊന്നുകളയാണ്. ഇത് കണ്ട് ആന്റി ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ നവോമിയോട് കാര്യങ്ങൾ പറയാൻ, ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ടും എനിക്ക് അവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. വേഗം തന്നെ പിന്നീട് ആന്റി അവിടെ ഉണ്ടായിരുന്ന ഒരു പോടിന്റെ ഉള്ളിലേക്ക് ചാടിക്കയറി രക്ഷപ്പെടുകയാണ്. അതായത് അതിനുള്ളിൽ ശബ്ദമുണ്ടാക്കാതെ അവൻ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ നവോമിയോട് അവനൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ പെട്ടുകിടക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ഒരു ജീവികളെ എന്നെ അപ്പം കൊന്നുകളയും, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടുകയെന്ന് നവോമിയോട് ചോദിച്ചപ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു AI കുറച്ചുകൂടെ അഡ്വാൻസ് ആണല്ലോ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരുപാട് പോടുകളില്ലേ, ഇതിന്റെ എല്ലാത്തിന്റെയും ലൈറ്റുകൾ ഒരു പ്രത്യേക സമയത്തായിട്ട് ഓൺ ആക്കി ഓഫ് ആക്കി കളിക്കുകയാണ്. അപ്പൊ ഇത് കാണുന്ന സമയത്ത് ഈ ഏലിയൻ എട്ടുകാലികൾ മുഴുവൻ കൺഫ്യൂസ് ആവുകയാണ്. ഇവറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി പോകുന്നുണ്ട്. ഇതിനിടയിൽ നവോമി അറിയാതെ തന്നെ നമ്മുടെ ആന്റി ഇരിക്കുന്ന ആ ഒരു പോഡ് ഓൺ ആക്കി കൊടുക്കുകയാണ്. അതിനുള്ളിൽ ആ ഒരു ലൈറ്റ് കത്തിയ സമയത്ത് ആന്റി തൊട്ടടുത്ത് തന്നെ ഒരാളെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു പോഡിന്റെ ഉടമെ, അയാളാണെങ്കിൽ ഫ്രീസ് ആയി മരണപ്പെട്ട് കിടക്കുകയാണ്. പിന്നീട് വേഗം തന്നെ ആന്റി നവോമിയോട് അവന്റെ പോഡിലെ ലൈറ്റ് ആണ് ഇപ്പൊ നവോമി ഓൺ ആക്കിയിരിക്കുന്നത്, വേഗം അത് ഓഫാക്കാൻ പറയാണ്. കാരണം ഇതിലെ വെളിച്ചം കണ്ട് ഇങ്ങോട്ടേക്ക് ആ ഒരു എട്ടുകാലികൾ ഇപ്പൊ വരും, അവനെ കൊല്ലുകയും ചെയ്യും. എന്നാൽ നവോമി ആണെങ്കിൽ എല്ലാത്തിന്റെയും ലൈറ്റ് ഒരുമിച്ച് ഓൺ ആക്കിയതുകൊണ്ട് ഈ എട്ടുകാലികൾക്ക് എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ ആകെ കൺഫ്യൂസ് ആവുകയാണ്. സോ ഈ ഒരു സമയം നോക്കിയിട്ട് ആന്റി അതിന്റെ പുറത്തേക്ക് ഇറങ്ങാണ്, ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് ഓടുന്ന സമയത്ത് എന്തായാലും ശബ്ദം ഉണ്ടാവുമല്ലോ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഈ എട്ടുകാലികൾ പാഞ്ഞു വരികയാണ്. അതായത് അവന്റെ തൊട്ട് പിന്നാലെ തന്നെ 2-3 ഉണ്ട് തോന്നുന്നു. എന്തായാലും ആ ഒരു സമയത്ത് അവൻ ഒരു ഇച്ചിരി ധൈര്യം കാണിച്ച് ഒളിച്ചിരിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് അവൻ ഒളിച്ചിരിക്കുകയാണ്. മാത്രമല്ല നന്നായിട്ട് മഞ്ഞും പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എട്ടുകാലികൾക്ക് അവൻ ഒളിച്ചിരുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതായത് അവനെ തിന്നാതെ ആ ഒരു ജീവികൾ തിരിച്ചു പോകുന്നുണ്ട്. ആ ജീവികൾ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് ആന്റി പുറത്തേക്ക് വന്നത്. പിന്നീട് പതി അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ അവൻ പോകുന്ന ആ ഒരു സ്ഥലം അത് കുറച്ച് വ്യത്യസ്തമായിരുന്നു കേട്ടോ. അതായത് നിലഭാഗമൊക്കെ എന്തോ ഒരു പുക പോലെ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കുത്തനെ ഓരോ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതായത് ഈ ജീവികളുടെ കൂടുകളായിരിക്കും ചിലപ്പോൾ അത്. എന്നാൽ നിലവിൽ ഇവിടെ അങ്ങനെ ജീവികളൊന്നുമില്ല. സോ സേഫ് ആയിട്ട് തന്നെയാണ് അവൻ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതേ നേരം തന്നെ ഈ നവോമി അവനോടൊരു കാര്യം പറയുന്നുണ്ട്, എന്റെ കാലക്കാകെ കുടിയും കിടന്ന് ഫ്രീസ് ആയി പോയിട്ടുണ്ട്, എനിക്ക് എന്തോ ഇതൊന്നും അനക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. ഇപ്പൊ ആന്റിയെ പോലെ തന്നെ അവളും നന്നായിട്ട് പേടിച്ച് നിൽക്കുകയാണ്. അവളുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ പതിയെ കുറഞ്ഞു വരുന്ന സമയം
സമയത്ത് ആൻറ്റി ഇപ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ട്. അതായത് ഭൂമിയിൽ ഫാമിലിയുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ കരയുന്ന സമയത്ത് അവരെ നോക്കാക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി പാടുന്ന ഒരു പാട്ടായിരുന്നു. ഇപ്പൊ നവോമിയോട് ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ആ ഒരു പാട്ടെല്ലാം പാടിക്കൊടുത്ത് അവളെ ഒന്ന് ഓക്കെ ആകുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവൻ മുന്നോട്ടേക്ക് അങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര രസമുള്ള ഒരു കാഴ്ച കാണുകയാണ്. ചെറുതായിട്ട് നിലം മുഴുവൻ പുക, അതുപോലെ തന്നെ പല ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തിളങ്ങുന്ന ചെറിയ ചെറിയ പ്രാണികൾ, അതായത് നമ്മുടെ ഭൂമിയിലെ മിന്നാമിനുങ്ങൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ. എന്നാൽ മിന്നാമിനുങ്ങിനേക്കാൾ അല്പം വലുപ്പം കൂടുതലാണ് ഇവറ്റകൾക്ക്. അതിന്റെ നിറം തന്നെയായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് നല്ല നീല നിറം എല്ലാം കൂടി അങ്ങനെ അതിലൂടെ പാറി നടക്കുമ്പോൾ അതിങ്ങനെ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. ഇത്രയും നേരം ഒരുപാട് അപകടത്തിലായിട്ട് ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു ആന്റിക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ മനസ്സിന് ഒരു റിലാക്സേഷൻ തോന്നുകയാണ് കേട്ടോ. എന്നാൽ അതേ സമയത്ത് തന്നെ അവന്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന ആ ഒരു പ്രാണി അതിന്റെ നീല നിറത്തിൽ നിന്നും ചുവന്ന നിറത്തിലേക്ക് വരികയാണ്. എന്നിട്ട് അവന്റെ ആ ഒരു ഹെൽമെറ്റിൽ വന്ന് ഇത് മുട്ടാൻ തുടങ്ങുകയാണ്. അതായത് അവൻ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അതിനെ ആട്ടി ഓടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് പോകുന്നില്ല. എന്നാൽ ഒരു പ്രാണിയല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയിട്ട് ആന്റി മുന്നോട്ടേക്ക് അങ്ങനെ നടക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രാണികളും ഇപ്പൊ അവറ്റകളുടെ നിറം അത് ബ്ലൂയിൽ നിന്നും അത് റെഡിലേക്ക് മാറ്റുകയാണ്. പിന്നീട് എല്ലാം കൂടെ വന്നിട്ട് അവന് ഒരുമിച്ചിരുന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു വിധത്തിലാണ് ഇവറ്റകളുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. അതോടുകൂടിയിട്ട് ആന്റിക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ ഒരു ഗ്രഹത്തിൽ ഇതുപോലെയുള്ള അപകടം ഇല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ കണ്ട് സന്തോഷിക്കാനായിട്ട് ഒരു തേങ്ങയില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അത് അപകടമാണെന്ന് ഇപ്പൊ വ്യക്തമായിട്ട് ആന്റിക്ക് മനസ്സിലായി. കാരണം ഇന്നേ വരെ മനുഷ്യർ വരാത്ത ഒരു പുതിയ ഗ്രഹമാണിത്. സോ എന്തൊക്കെ അപകടങ്ങളാണ് ഇവിടെ മറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ വ്യക്തമായി വഴി അറിയാതെ വീണ്ടും ആന്റി അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു കുഴിയിലേക്ക് പെട്ടെന്ന് അവൻ താന്നു പോവാണ്. എന്നാൽ നോക്കുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. അതൊരു കുഴിയല്ല, അതൊരു ജീവിയുടെ വായായിരുന്നു. ആ വായിലേക്കാണ് അവൻ ചെന്ന് വീണത്. എന്നാൽ വീഴുന്ന സമയത്ത് അതൊരു കുഴി പോലെയായിരുന്നു. നമ്മുടെ നാട്ടിലെ ചാണകത്തിലൊക്കെ ഉണ്ടാകുന്ന ആ വെള്ള പുഴു ഉണ്ടല്ലോ, അതിന്റെ ഒരു വലിയ രൂപം. അങ്ങനെയായിരുന്നു ആ ഒരു ജീവിയുടെ ആ വായ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ ഇപ്പൊ ആന്റി അതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഷോൾഡറിന്റെ ആ ഒരു ഭാഗം വരെ എത്താനായിട്ടുണ്ട്. കൈയും കാലും ഒന്നും അനക്കാൻ കഴിയുന്നില്ല. എന്തായാലും മരിച്ചു. ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് രക്ഷപ്പെടുത്താൻ വരാനുമില്ല. അങ്ങനെ മരണം മുന്നിൽ കണ്ട് ആന്റി നിൽക്കുന്ന സമയത്താണ് അവനൊരു ബുദ്ധി തോന്നുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉയരത്തിൽ നിന്നും ഇതുപോലെ ആസ്ട്രോണറ്റ് താഴേക്ക് വീഴുന്ന സമയത്ത് അവർക്ക് വല്ല കാർഡിയക് അറസ്റ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഉണർത്താനായിട്ട് ഇതേ സ്യൂട്ടിൽ തന്നെ ചില ഇലക്ട്രിക്കൽ ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉപയോഗിക്കാന്ന് തന്നെ ഇപ്പോൾ ആന്റി തീരുമാനിക്കുകയാണ്. അതായത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് ആ ഒരു എയോട് ആന്റി പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു സ്യൂട്ടിൽ ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഷോക്ക് ഈ ജീവിയുടെ വായിലും തട്ടുന്നുണ്ട്. അതാകെ വിറച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ അത് വിഴുങ്ങിയ ആന്റിയെ അതൊരൊറ്റ തുപ്പലാണ് കേട്ടോ. തെറിച്ചു പോയ ആന്റി വീഴുന്നുണ്ട്. പക്ഷെ ആ ജീവിയുടെ കയ്യിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ പിന്നീട് ഒരു വിധത്തിൽ അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പക്ഷെ പിന്നീട് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. തെക്ക് പോകണോ വടക്ക് പോകണോ എങ്ങനെയൊക്കെയോ തോന്നിയ വഴിയിലൂടെ അവൻ നടക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും കാല് വെച്ചിരിക്കുന്നത് മറ്റൊരു അപകടത്തിലേക്കാണ്. മറ്റേ തീം പാർക്കിലേക്ക് ഇങ്ങനെ ഊർന്ന് വീണ് പോകില്ലേ, അതുപോലെ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് അവൻ അങ്ങനെ ഊർന്ന് വീണ് പോവുകയാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മട തന്നെയായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് അവൻ പോയ സമയത്ത് നല്ല തിളങ്ങുന്ന ഒരു കാര്യം കാണുകയാണ്. അതായത് ഒരുപാട് നേരത്തെ കണ്ട ആ ഒരു പ്രാണികൾ തന്നെ. എന്നാൽ ഇവറ്റകളെ കാണാൻ വളരെയധികം മനോഹരമാണെങ്കിലും ഇതിന്റെ അപകടം എന്താണെന്ന് കുറച്ചു മുന്നേ തന്നെ ആന്റി മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് കിടക്കണം. എന്നാൽ അതിനു മുന്നേ തന്നെ ആ ഒരു പ്രാണികൾ അതിന്റെ ഏറെ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു വീണു എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അതിന്റെ നിറം മാറ്റുന്നുണ്ട്. എല്ലാം കൂടെ ആന്റി ആക്രമിക്കാൻ നോക്കുകയാണ്. ശരിക്കും അതിനിടയിൽ ആന്റി പെട്ടുപോയി തന്നെ പറയാലോ. എന്നാൽ മനസ്സിന്റെ ധൈര്യം അതുപോലെ തന്നെ അവന്റെ ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിധത്തിൽ ആ ഒരു മടയുടെ ഉള്ളിൽ നിന്നും അവൻ പുറത്തേക്ക് ചാടി ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവന്റെ സ്യൂട്ടിലെ ഓക്സിജൻ ലെവൽ ഉണ്ടല്ലോ അത് പരമാവധി തീർന്നു കഴിഞ്ഞു. അധിക നേരമൊന്നും ഇനി അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സോ ഇപ്പൊ നവോമിയോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റും തോന്നില്ല. അതായത് നീ പെട്ടുകിടക്കുന്ന ആ ഒരു സ്പേസ്ഷിപ്പിന്റെ ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എനിക്ക് വരാൻ പറ്റില്ല. എന്റെ ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നവോമി അവനോടൊരു കാര്യം പറയുന്നുണ്ട്. നീ പേടിക്കേണ്ട, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഉണ്ട്. അതായത് ആന്റി ഏകദേശം ആ ഒരു തകർന്നു വീണ സ്പേസ്ഷിപ്പിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. വേഗം തന്നെ അവനത് തേടി കണ്ടുപിടിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്ന നവോമിയെ ഇപ്പൊ അവൻ കാണുന്നുണ്ട്. അതൊരു സ്പേസ്ഷിപ്പ് അല്ല കേട്ടോ. ആന്റി ഈ ഭൂമിയിലേക്ക് എങ്ങനെയാണോ വന്നു വീണത്, ഒരു പോഡിലല്ലേ, അതുപോലെ തന്നെ ഒരു പോഡിലാണ് അവളും ഉള്ളത്. സോ വേഗം തന്നെ ആന്റി ഇപ്പൊ ആ ഒരു പോഡിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. നവോമിയുടെ കാല് അതിന്റെ ഏതൊരു ഭാഗത്ത് കുടുങ്ങിക്കിടക്കാണ്. അവൾക്ക് അത് ഊരിയെടുക്കാൻ കഴിയുന്നില്ല. പിന്നീട് പരമാവധി ആന്റി ശ്രമിച്ചിട്ട് അവളുടെ കാല് അതിന്റെ ഉള്ളിൽ നിന്ന് പതിയെ പതിയെ വലിച്ചെടുക്കാൻ നോക്കുകയാണ്. അവൾക്ക് നന്നായിട്ട് വേദന ആവുന്നുണ്ട്. പിന്നീട് ആ ഒരു ഇരുമ്പിന്റെ കഷ്ണവും കാര്യങ്ങളൊക്കെ പരമാവധി അകത്തി ഒരു വിധത്തിൽ ആന്റി അവളുടെ കാല് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അവൾക്ക് നന്നായിട്ട് വേദനയായി. പിന്നീട് മെഡിസിനും കാര്യങ്ങളൊക്കെ അവളുടെ കാല് തേച്ച് കൊടുത്തിട്ട് ആ ഒരു വേദനയ്ക്ക് ഒന്ന് കുറക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും ആ ഒരു പോഡിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം അത്യാവശ്യം ഒച്ചപ്പാടും ബഹളം ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു ജീവികൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രണ്ടുപേരും കുറച്ചു നേരം അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ആന്റിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അവൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ നവോമി ഉണ്ടല്ലോ അത്യാവശ്യം റാങ്ക് കൂടിയ ആളായതുകൊണ്ട് തന്നെ ഈ ഒരു പോഡിൽ കുറച്ചധികം എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്തുകൊണ്ട് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അതായത് തകർന്നു വീണ ആ ഒരു സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ അതിലേക്ക് തന്നെ. കാരണം അതിലേക്ക് എത്തിയാൽ മാത്രമേ ഇവർക്ക് കൂടുതലായിട്ട് ഇനി മുന്നോട്ടേക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ടുപേരും ആ ഒരു പോഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ നടക്കാനൊന്നും നവോമിക്ക് പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ള കാലുവേദനയുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അവൾ ഉയർന്ന റാങ്കിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അവളുടെ സ്യൂട്ടും അത്രയും അഡ്വാൻസ് ആണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നവോമിയുടെ കാലിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിൽ
ശരീരത്തിൽ വേദന കുറഞ്ഞ് പതിയെ രണ്ടുപേരും മുന്നോട്ടേക്ക് പോകണം. അതായത് തകർന്നു വീണ സ്പേസ് ഷിപ്പിന്റെ ആ ഒരു ഭാഗത്തേക്ക്. എന്നാൽ അവരങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ഏരിയ മുഴുവനായിട്ടും ഇതുപോലെ ജീവികൾ വളഞ്ഞതായിട്ട് ഇവർ കാണുകയാണ്. പക്ഷെ നിലവിൽ ആ ജീവികൾ ഇവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ സേഫാണ്. എന്ന് ഇവിടെ വെച്ച് നവോമി ഒരു അബദ്ധം കാണിക്കുന്നുണ്ട്. ആന്റിയുടെ കയ്യിലുണ്ടെന്ന ആ ഒരു ഗണ്ണുണ്ടല്ലോ, അത് അവൾ ഉപയോഗിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിൽ നിന്നും ശബ്ദം മാത്രമേ വരുള്ളൂ. അത് വർക്കാവില്ലായിരുന്നു. അതായത് ഗണ്ണെടുത്ത് ഫയർ ചെയ്തു അത് വർക്കായതുമില്ല, ശബ്ദം കൂടെ ഉണ്ടായി. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ഉണ്ടായിരുന്ന ജീവികൾ മുഴുവനും ഇവരെ കാണുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ആ സ്പേസ് ഷിപ്പിന്റെ തകർന്ന ഒരു കുഴപ്പമില്ലാത്തൊരു ഭാഗം അപ്പുറത്ത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഏകദേശം ഒരു ധാരണയിൽ ആ ഒരു ഭാഗത്തേക്ക് ഇവർ ഓടുന്നുണ്ട്. ആ ഒരു സമയത്തും ഈ എട്ടുകാലിയെ പോലെയുള്ള ജീവികൾ ഇവരുടെ പിന്നാലെ തന്നെ വരികയാണ് കേട്ടോ. ഒരു വിധത്തിൽ ഇവർ ആ ഒരു സ്പേസ് ഷിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേഗം അതിനുള്ളിലേക്ക് ഓടി കയറുകയാണ്. എന്നാൽ അതിന്റെ ആ ഒരു ഡോറ് വലിയ ഡോറാണ്, അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു 3-4 ഇതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഓടി വരികയാണ്. ഇതേ സമയത്ത് തന്നെ നവോമി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ ഗണ്ണ് അതുപയോഗിച്ച് ഇവറ്റുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു തീവ്രമായിട്ട് വെളിച്ചം വന്നപ്പോൾ ഇത് കണ്ട് പേടിച്ചു പോയ എട്ടുകാലികൾ അവിടുന്ന് ഓടുകയാണ്. എന്ന് കരുതി ഇവർ സേഫ് ആവുമോ? അതായത് സേഫ് ആവണമെങ്കിൽ ആ ഒരു വാതിൽ ഇവർ അടച്ചേ മതിയാവുള്ളൂ. കഷ്ടപ്പെട്ട് അത് അടക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചു പോയ ആ എട്ടുകാലികൾ ദാ വീണ്ടും വരികയാണ്. അതൊന്നും രണ്ടൊന്നുമല്ല, കുറെ അധികം ഉണ്ട് കേട്ടോ. പിന്നീട് രണ്ടുപേരും കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അത് ക്ലോസ് ചെയ്യണം. അപ്പോഴേക്കും ഒരു എട്ടുകാലി പാഞ്ഞു വരുന്നുണ്ട്. അതാണെങ്കിൽ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു കേട്ടോ. അതേ നേരത്താണ് ആ ഒരു ഡോറ് ക്ലോസ് ആവുന്നത്. വളരെ വേഗത്തിലാണ് ക്ലോസ് ആയത്. അതുകൊണ്ട് തന്നെ എട്ടുകാലിയുടെ ശരീരം രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് മിസ്, തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാലോ രണ്ടുപേരും. പിന്നീട് വേഗം തന്നെ ഈ ഒരു ഷിപ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡോർ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു വിൻഡോ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടോ, ഇതെല്ലാം പൂർണ്ണമായിട്ടും പരിശോധിക്കുകയാണ്. എല്ലാം ക്ലോസ്ഡ് ആണ്. സോ ഇവര് സേഫ് ആണ്. ഇനി കുറച്ചു കാലം ഇതിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരുന്നാൽ മതി. അപ്പൊ ആ ഒരു ആശ്വാസത്തിൽ രണ്ടുപേരും നിൽക്കുന്ന സമയത്താണ് രക്തം ഇങ്ങനെ നിലത്തൂടെ വലിച്ചു കൊണ്ടുപോയതിന്റെ പാട് കാണുന്നത്. അപ്പൊ ആ ഒരു പാട് അത് ഫോളോ ചെയ്തുകൊണ്ട് ഇവർ മറ്റൊരു സെക്ഷനിലേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് രണ്ടുപേരും ആകെ ഞെട്ടിപ്പോയി. കാരണം എന്താണ്? ആ ഹാളിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാടധികം എട്ടുകാലി വലകൾ. അതിനർത്ഥം എന്താണ്? ഇവർ ഇതിനുള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ മറ്റൊരാൾ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. സോ അയാൾ വരുന്ന ഒരു ശബ്ദവും കേൾക്കാണ്. വേഗം തന്നെ രണ്ടുപേരും ഒളിക്കുന്നുണ്ട്. നോക്കുമ്പോ എന്താ, ഒരു എട്ടുകാലി വന്നിട്ടുണ്ട്. അതിന്റെ കയ്യിൽ ഇതിന്റെ ഉള്ളിൽ നിന്നും പിടിച്ച ഒരു മനുഷ്യന്റെ ശരീരമുണ്ട്. അതങ്ങനെ കൊത്തിപ്പറിച്ച് തിന്നോണ്ടാ പോകുന്നത്. എന്നാൽ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ ഒളിച്ചിരുന്ന നമ്മുടെ ഈ ആന്റിയും അതുപോലെ തന്നെ നവോമിയും എട്ടുകാലി കണ്ടില്ല. അത് പോയി എന്ന് കരുതിയിട്ട് ആ ഒളിച്ച ഭാഗത്തുനിന്ന് അവർ എഴുന്നേറ്റതേ ഉള്ളൂ. എന്നാൽ ശബ്ദം എട്ടുകാലി കേൾക്കാണ് ഇവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. വേറെ ഒരു രക്ഷയില്ല, പരമാവധി വേഗത്തിൽ ഓടുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചേംബറിന്റെ ഉള്ളിൽ കയറിയിട്ട് അവർ ആ ഒരു ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു ചില്ല് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് കുത്തിപ്പൊളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വരാനായിട്ട് എട്ടുകാലി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും ആ ഒരു എട്ടുകാലിക്ക് ഈ ഒരു അറ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ രണ്ടുപേരും മരണഭയത്തിൽ തന്നെയാണ് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ആ സമയത്ത് വല്ലാതെ ഡിപ്രസ് ആയി നിൽക്കുന്ന ആന്റിയെ നവോമി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവന്റെ ആ ഒരു ഫാമിലിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. നവോമി ചോദിക്കുകയാണ്, എന്താ നിനക്ക് ഇത്ര വിഷമം ചോദിച്ചപ്പോൾ ആന്റി കാര്യങ്ങൾ പറയാണ്. ഭൂമിയിൽ ഇതായിരുന്നു അവന്റെ കുടുംബം, അവന്റെ ഭാര്യ, അവന്റെ കുഞ്ഞ്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവര്. കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുറെ ഫാമിലിമാൻ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഒരാളായിരുന്നു ആന്റി. പക്ഷെ നിർഭാഗ്യവശാല് അവന്റെ ഫാമിലിയിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. ഇവരെല്ലാവരും കൂടെ കാറിൽ പോവായിരുന്നു. കാർ ഓടിച്ചിരുന്നത് ആന്റി തന്നെയായിരുന്നു. കാറിൽ ആക്സിഡന്റ് ആയി ആന്റി ഒഴികെ അവന്റെ മകനും അതുപോലെ തന്നെ ഭാര്യയും മരണപ്പെട്ടു പോയി. അതോടുകൂടിയിട്ട് അവനാകെ എന്താ പറയാ, ലൈഫിന്റെ ഒരു റിലേ പോയ അവസ്ഥയിലായിരുന്നു. അപ്പൊ അവന്റെ ആ ഒരു മൈൻഡിനെയും അതുപോലെ തന്നെ ആ ലൈഫും എല്ലാം കൂടി ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തതും ഇതുപോലെ തന്നെ മറ്റൊരു ഗ്രഹത്തിലേക്ക് ട്രാവൽ ചെയ്യാന്ന് തീരുമാനിച്ചതും. എന്നാൽ അവസാനത ഇങ്ങനെയൊക്കെയായി തീർന്നു. മാത്രമല്ല അവന്റെ കുടുംബം മരിക്കാനുള്ള കാരണക്കാരൻ അവൻ തന്നെയാണെന്ന് അവൻ വിശ്വസിക്കുന്നത്. എന്ന് ഇത് കേട്ട സമയത്ത് നവോമി പറയാണ്, നീ അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അത് വെറും ഒരു അപകടമായിരുന്നു. ആ അപകടത്തിലാണ് നിന്റെ ഭാര്യയും കുഞ്ഞും മരിച്ചത്, അല്ലാതെ നീ അല്ല അവരെ കൊന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ആലോചിക്കണം, ഞാനിപ്പോ ഇവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയാണ്. ഇത് പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് അവന്റെ ബാഗിലുണ്ടായിരുന്ന ആ ഒരു മിന്നാമിനി പോലുള്ള ആ ഒരു പ്രാണി ഉണ്ടല്ലോ, ആ ഒരു ജീവിയെ ഇപ്പൊ നവോമി കാണുകയാണ്. ഇതേ നേരം തന്നെ എട്ടുകാലി കുറെ നേരമായിട്ട് വാതിൽ പൊളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അവസാനം അത് വെട്ടി പൊളിച്ചു കളയുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗ്ഗം ഇവർ കണ്ടില്ല. അപ്പൊ നവോമി എന്താക്കി, ആ ഒരു പ്രാണി എടുത്ത് നേരെ ഈ എട്ടുകാലിക്ക് നേരെ ഒരേറ്റ ഏറ് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു നിറം മാറി ചുവപ്പ് നിറാവുന്നുണ്ട്. ആ ഒരു പ്രാണി അങ്ങ് വന്നു നിന്നിട്ട് അതിനിങ്ങനെ കുത്താൻ തുടങ്ങിയ സമയത്ത് അതിന്റെ ആ ഒരു ശ്രദ്ധ മാറുകയാണ്. അതായത് ഈ ഗ്രഹത്തിലെ മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ ജീവികളുണ്ടല്ലോ, ഐറ്റങ്ങളുടെ ഒരു എന്താ പറയാ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഈ പ്രാണികളാണ്. ഇത് കുഞ്ഞു പ്രാണികളായതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അവറ്റകൾക്കാണെങ്കിലും ഇത് ഭയങ്കര ഡിസ്റ്റർബൻസും ആണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ ഇവർ രണ്ടുപേരും, അതായത് ആന്റി നവോമി രണ്ടുപേരും ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു പ്രാണിയെ കൊന്നിട്ട് ഈ എട്ടുകാലിയാണെങ്കിൽ ഇവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം നേരമില്ല, ഇപ്പൊ ആന്റി അതുപോലെ തന്നെ നവോമി അവരുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ഡോർ ക്ലോസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ജീവി ഇവർക്ക് നേരെ ചാടി വീഴാണ്. രണ്ടുപേരും ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തേക്ക് തെറിച്ചു വീഴാണ്. അത്യാവശ്യം ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഈ ഒരു ജീവി വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ അതിന്റെ മുഖത്തേക്ക് ആന്റി ഒരു കാര്യം വെച്ച് എറിയുന്നുണ്ട്. അതായത് ഇവരുടെ സ്യൂട്ടിലൊക്കെ എന്തെങ്കിലും ലീക്കും കാര്യങ്ങളും വന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് സ്പ്രേ അടിച്ച് അത് അടക്കുന്ന ഒരു പശ പോലത്തെ
ഒരു സാധനമില്ലേ, ആ സാധനം എടുത്താണ് എട്ടുകാലിയുടെ മുഖത്ത് എറിഞ്ഞിരിക്കുന്നത്. അത് പൊട്ടി അതിലെ കെമിക്കൽ മുഴുവൻ വന്നിട്ട് അതിന്റെ മുഖം അങ്ങോട്ട് കവർ ചെയ്യാണ്. അതിന് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊന്നും മര്യാദക്ക് കാണുന്നുമില്ല. എന്നാലും വീണ്ടും ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഈ സമയത്ത് ആന്റി ഒരു തീരുമാനം എടുത്തു. ഇതിൽ വെച്ച് കൊല്ലാതെ നമുക്ക് ഇതിനുള്ളിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഇതിനെ ഞാൻ ഇന്ന് കൊല്ലാതെ വെറുതെ വിടില്ല. അപ്പൊ എങ്ങനെ ഇതിനെ കൊല്ലും? ആ ഒരു വഴി നോക്കി ആന്റി അങ്ങനെ നോക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ആശയം തോന്നുന്നുണ്ട്. നവോമി, ഞാൻ മുകളിലേക്ക് പോകണം, നിനക്ക് പറ്റാവുന്ന രീതിയിൽ നീ സർവൈവ് ചെയ്യേ, പിടിച്ചു നിൽക്കുന്നു പറയണം. പെട്ടെന്ന് തന്നെ ആന്റി മുകളിലേക്ക് അങ്ങനെ കയറി പോകുന്നുണ്ട്. മാത്രമല്ല AI അവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പോഡുകളുണ്ട്, അതിൽ മര്യാദക്ക് വർക്കാവുന്ന ഏതെങ്കിലും ഒരു പോഡ് ഉണ്ടോ എന്ന്. അങ്ങനെ AI മറുപടി കൊടുക്കുന്നുണ്ട്. മുകളിൽ ഏറ്റവും മുകളിലായിട്ടൊരു പോഡ് ഉണ്ട്, അതിന് നമ്പറും പറയാണ്, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. സോ ആ ഒരു പോഡിന്റെ അടുത്തേക്ക് ഇപ്പൊ ആന്റി പോവാണ്. ഇതേ സമയത്ത് തന്നെ നവോമിയെ നോക്കുകയാണെങ്കിൽ ആന്റി പറഞ്ഞതുപോലെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു ജീവിയുടെ കയ്യിൽ പെടാതെ സർവൈവ് ചെയ്യാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം ഒരേ ഒരു പോഡ് മാത്രമേ മര്യാദക്ക് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ ആന്റി പോയല്ലോ. ആ ഒരു പോഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ ഇതിപ്പോ മര്യാദക്ക് വർക്ക് ആവുന്നില്ല. കാര്യം എന്താണെന്ന് AIയോട് ചോദിക്കുന്ന സമയത്ത് പവർ ഓണാക്കിയാൽ മാത്രമേ ഇതിനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പവർ ഓണാക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ മുഴുവനായിട്ട് വെളിച്ചവും വരും. അതുപോലെ തന്നെ ഒളിച്ചിരിക്കുന്ന നവോമി ആ ഒരു ജീവി കാണുകയും ചെയ്യും, അവള് മരിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ വെച്ച് എന്താ ചെയ്യാന്ന് പെട്ടെന്ന് ആന്റിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് അവനൊരു ബുദ്ധി തോന്നി. പെട്ടെന്ന് തന്നെ നവോമിയോട് പറയാണ്, ഞാൻ ഇവിടെ ആ ഒരു ജീവിക്ക് വേണ്ടി ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യോ. നവോമി പറയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. അതായത് അവിടെ കുറച്ച് എമർജൻസി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മുഴുവനായിട്ട് നീ നിന്റെ ദേഹത്തിടുക, എന്നിട്ട് ഞാൻ പറയുന്ന ആ ഒരു സ്പോട്ടിലേക്ക് നീ ഓടി വരിക. അതായത് ആന്റി എന്തോ ഒന്നും മനസ്സിൽ കണ്ടിട്ടുണ്ട്. നവോമി പറയാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വരാം, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ആ ലൈറ്റ് മുഴുവൻ നവോമി അവളുടെ ദേഹത്ത് കെട്ടി തൂക്കിയിട്ട് ഒരു ഭാഗത്തേക്ക്, അതായത് ആന്റി പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് അവൾ ഓടുകയാണ്. അവളുടെ പിന്നാലെ തന്നെ ആ ഒരു ജീവിയും വരുന്നുണ്ട്. ഇതേ സമയത്തിന് ആന്റി ആ ഒരു ക്രയോപാഡിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ആ സമയത്ത് അവൻ ആലോചിക്കുന്നത് അന്ന് ആ അപകടം നടന്ന സമയമുണ്ടല്ലോ, ആ കാര്യവും അതുപോലെ തന്നെ മരിച്ചുപോയ ഭാര്യയും കുഞ്ഞിനെയും. ഈ ഒരു നേരത്ത് അവരെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ ജീവൻ കൊടുത്തുകൊണ്ട് ആന്റി എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ശരിയായിരുന്നു, രണ്ടും കൽപ്പിച്ച് അവനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ നവോമി വരുന്നുണ്ടല്ലോ, അവളുടെ പിന്നാലെ തന്നെ ആ ഒരു ജീവിയും വരുന്നില്ലേ. സോ അതിന്റെ മേത്തേക്ക് ഈ ഒരു ക്രയോപാഡ് ഇടിച്ചു കയറ്റാനാണ് അവന്റെ പദ്ധതി. അങ്ങനെ അവന്റെ പദ്ധതി പോലെ തന്നെ ആ ഒരു ജീവി, അതായത് എട്ടുകാലി അവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ആ ക്രയോപാഡ് അവൻ ഊരി വിടുകയാണ്. അത് നേരെ ഊർന്ന് താഴേക്ക് വരുന്നുണ്ട്. ആ എട്ടുകാലിയുടെ ദേഹത്തേക്ക് വന്ന് അത് അടിച്ച് കയറുകയാണ് കേട്ടോ. എട്ടുകാലി സ്പോട്ടിൽ തന്നെ തീർന്നു പോകുന്നുണ്ട്. എന്നാൽ ശക്തമായ രീതിയിൽ തന്നെ ആ ഒരു ക്രയോപാഡ് വന്ന് വീണത് കണ്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആന്റിക്കും സാരമായ ചില പരിക്കുകളൊക്കെ ഉണ്ട്. അവനിപ്പോ ബോധമൊന്നുമില്ല. സോ വേഗം തന്നെ നവോമി അവനെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ശ്വാസവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ അവള് മരിച്ചു എന്ന് തന്നെയാണ് വിചാരിച്ചത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസം തിരിച്ചു കിട്ടുകയാണ്. ആന്റി കണ്ണു തുറക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ആ ഒരു ജീവി ചത്തിട്ടുമുണ്ട്. എന്തായാലും ഇവരുടെ ഈ ഒരു പോരാട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സൂര്യനിപ്പോ പതിയെ ഒതുക്കിയാണ്, നല്ല വെളിച്ചം വരുന്നുണ്ട്. അങ്ങനെ പ്രകാശം വന്ന സമയത്ത് ഇവർ പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിന്റെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലവിൽ ഇതിന്റെ ഉള്ളിൽ വേറെ എട്ടുകാലിയൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇനി സേഫ് ആണ്. ഇനി ഇവർ കാത്തിരിക്കണം 4-5 വർഷം. കാരണം ഓൾറെഡി ഇവർ ഇവിടുന്ന് ഒരു സിഗ്നൽ അയച്ചിട്ടുണ്ട്. ഇവരെ കൂട്ടാനായിട്ട് ഒരു ടീം ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അത്രയും വർഷം എടുക്കും. അതുവരെ ഇവർ രണ്ടുപേരും പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടെ സർവൈവ് ചെയ്തേ മതിയാവുള്ളൂ. മാനസികമായിട്ട് അത്രയും കാലം ഇവിടെ കാത്തിരിക്കാനായിട്ട് രണ്ടുപേരും തയ്യാറാകുന്നുണ്ട്. സോ ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചാനൽ വെബ് സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് എപ്പിസോഡുകളുള്ള വലിയ കഥയാണ്. സോ ആ ഒരു കഥ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.